ഗുഡ് മോർണിംഗ്. ഞാനൊരു സാധനം കാണിച്ചു തരട്ടെ. ഞാനുണ്ടല്ലോ കുറേ നാൾ കൊണ്ട് ഇങ്ങനെ ആമസോണിൽ കണ്ടുകൊണ്ടിരിക്കുന്നൊരു സാധനം കേട്ടോ. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ തുറന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഞെട്ടിപ്പോയി. പിന്നെ ഇത് ആമസോണിൽ നിന്ന് വന്നാണെങ്കിൽ എന്നെ ഡി ടി ഡി സി എന്നാട്ടോ കോൾ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഡി ടി ഡി സി ഒന്നും ഓർഡർ ചെയ്തില്ലോ എന്ന്. അതെന്തുകൊണ്ടാണ് ആമസോണിൻ്റെ കൊറിയർ ഡി ടി ഡി സി വന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ആദ്യം ഒന്ന് പൊട്ടിച്ചായിരുന്നു. അപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പൊട്ടിക്കുകയാണ്. അപ്പം ഞാൻ ഫോട്ടോയിൽ കണ്ട ഒരു സംഭവത്തിൻ്റെ അത്രയും വീതിയൊന്നും ഇതിനില്ല. ഞാൻ കുറച്ചും കൂടെ വീതിയുള്ളൊരു സംഭവമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് ഭയങ്കര തിന്നായിപ്പോയി. ഞാനിത് കിച്ചണിൽ വയ്ക്കാൻ എന്നുള്ള ഉദ്ദേശത്തിന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് ഞാനൊന്ന് പണി പെട്ടു. കാരണം നമ്മൾ പറ്റിയ പോളിടെക്നിക്കൊന്നും പഠിക്കാത്തതുകൊണ്ട് ഇതൊക്കെ ഫിറ്റ് ചെയ്യുന്നത് കുറച്ച് പണിയായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെയോ ഞാൻ ഒരുവിധം മോഹാപോഹത്തിൽ ഞാൻ ചെയ്തു. കാരണം എൻ്റെ സ്ക്രൂ ആയിരുന്നു ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് പാടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആദ്യം 2 ഹോളിലും കറക്റ്റായിട്ട് വരണമല്ലോ. അപ്പം എൻ്റെ സ്ക്രൂ ഡ്രൈവറൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം അവരതിൻ്റെ കൂട്ടത്തിലൊരു സാധനം തന്നിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ ചെയ്തിട്ട് ശരിയാവുമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഞാനൊന്ന് ഒപ്പിച്ചെടുത്തു എന്ന് തന്നെ പറയാം. 2 സ്ക്രൂവും ഉള്ളിലേക്ക് കയറ്റി അത് കൈ കൊണ്ട് തന്നെ ഞാനത് മുറുക്കി ഒരു വിധത്തിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. നേരത്തെ പറഞ്ഞാൽ ഞാനത് അടുക്കളയിൽ വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ അത് ഫിറ്റ് ആവുമെന്ന്. ഞാൻ എന്തായാലും ടേബിളിലും അത് വയ്ക്കാം കേട്ടോ. ചെറിയ ബുക്കോ എന്തെങ്കിലുമൊക്കെ വയ്ക്കാനും കുഴപ്പമില്ല. പക്ഷേ വീതി കുറവാന്ന് ഒറ്റ കുഴപ്പമുള്ളൂ. ബാക്കി സംഭവം അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ആമസോണിൽ നിന്നാട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. Bye bye.